ഇന്ന് രാവിലെ തന്നെ വ്ളോഗ് എടുക്കാമെന്ന് വെച്ച് നിന്നതേനു. പക്ഷെ എന്ത് പറ്റി, എടുക്കാൻ പറ്റിയില്ല. രാവിലെ എണീക്കാൻ പറ്റിയിട്ടില്ല, ലേറ്റായിപ്പോയി. വേഗം തന്നെ പല്ലും തേച്ച് അമ്മ രാവിലെ തന്നെ വെള്ളയപ്പവും കറിയും ഉണ്ടാക്കിയതിനും അത് വേഗം അങ്ങ് തിന്ന് ചായയും കുടിച്ച് നോക്കുമ്പോൾ ഇതാ പുറത്ത് നല്ല മഴയാണ്. ഇന്നലെ പുലർച്ചെ മുതൽ പെയ്യുന്ന മഴയാണ്. അങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് നിന്നിട്ട് അമ്മ അലക്കിയതുണ്ടേനു, അതെല്ലാം ഞാൻ ആറിയിട്ട് നല്ല രസമുണ്ട്. പുറത്ത് മഴ ആസ്വദിക്കാൻ നല്ല രസമുണ്ട്. നേരത്തിന് പനി വരുമില്ലോ എന്ന് ആർക്കറിയാം. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചതാ അടിപൊളി കുടയെല്ലാം മഴയൊക്കെ ആസ്വദിച്ചതിന് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭക്ഷണത്തിന് സമയമായി. അപ്പം എന്ത് ചെയ്ത് കുറേ പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല നല്ല രസത്തിലുണ്ടായിരുന്നു വെച്ചിട്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ അലങ്കോലൊക്കെ ഇട്ടിട്ടേനുള്ളത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഓരോന്നും എല്ലാം ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എല്ലാം നീറ്റാക്കേണ്ട പരിപാടിയാണ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, പാത്രം കഴുകണം എന്ന് നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ വെള്ളം നന്നായിട്ട് ലാഭിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പാത്രങ്ങളിലെ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എല്ലാം അടുക്കളയൊക്കെ നീറ്റായി നല്ല നീറ്റായിട്ട് തുടച്ച് എല്ലാം വൃത്തിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൈപ്പിൻ്റെ അടുക്ക പോയിട്ട് നല്ല വൃത്തിക്ക് തേച്ച് വേണ്ടത്. അപ്പം നമുക്ക് നല്ല വൃത്തിയായി കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങൾ മാത്രം കഴുകുകയാണെങ്കിൽ അടുക്കളയിൽ പെട്ടെന്ന് ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ ആ പാത്രം കഴുകുന്ന ആ സ്ഥലത്ത് മാത്രമേ വൃത്തിയില്ലായ്മ ഉണ്ടാകും. പക്ഷെ അടുക്കള നല്ല നീറ്റായിരിക്കും. പാത്രം കഴുകുന്ന ഭാഗം മാത്രം നീറ്റില്ലാണ്ടിരിക്കും. അപ്പോൾ അടുക്കളയെല്ലാം നല്ല വൃത്തിയാക്കി അടുപ്പിൻ്റെ അടുക്കൽ നല്ല വൃത്തി തുടച്ച് എല്ലാം വൃത്തിയാക്കുകയാണ് ചെയ്തത്. നിങ്ങളെ വീട്ടിൽ ഉറുമ്പുണ്ടോ? ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഉറുമ്പാണ്. നിങ്ങളിപ്പോൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലും വീട്ടിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടോ? എങ്ങനെ ഉറുമ്പിൻ്റെ ശല്യം പോക്കുകയെന്ന് വെച്ചാൽ കുറേ വഴികളെല്ലാം നോക്കി, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. അപ്പം എന്താ, ഉറുമ്പിൻ്റെ പൊടിയിട്ട് ചോക്ക് വരഞ്ഞ്, പക്ഷേ എങ്കിൽ ഉറുമ്പിൻ്റെ ആ ഒരു ചോക്ക് വരുന്ന സമയത്ത് വേഗം തന്നെ ഉറുമ്പ് പോയതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറുമ്പ് പോകേണ്ട ഏതെങ്കിലും വഴി അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ പാത്രങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് പാത്രങ്ങൾ നന്നായിട്ട് തേച്ച് വെച്ചിട്ട് പൈപ്പ് തുറന്നിട്ട് അത് വേഗം തന്നെ കഴുകുക. കുറച്ച് പാത്രങ്ങൾ എടുക്കുക, തേക്കുക, എന്നിട്ട് അത് പൈപ്പ് തുറന്നിട്ട് കഴുകുക. അതൊക്കെ കഴുകി വെച്ചിട്ട് അടുത്ത പാത്രം എടുക്കുക. അപ്പം നമുക്ക് വെള്ളം നന്നായിട്ട് ലാഭിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇതൊക്കെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറത്തൊക്കെ കഷ്ടപ്പാട് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേഗം സ്പീഡിൽ കാണാൻ വേണ്ടിയിട്ടാണ് സ്പീഡാക്കി വെച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ പുറത്ത് ചെറിയ രീതിയിൽ മഴ പാറുന്ന മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, മഴയുണ്ടോ, എങ്ങനെയൊക്കെയാണെന്നുള്ളത്? ഇന്ന് സ്കൂളുകളൊന്നും ഉണ്ടായിട്ടില്ലല്ലേ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയല്ലേ. കുട്ടികൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മഴയത്ത് പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ദൂരെ നിന്നും സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബസ്സിലൊക്കെ വരുന്നത്, അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ പോകുന്നത്. അപ്പോൾ വാഹനങ്ങളിൽ പോകുന്നവർക്കും നടന്നിട്ട് പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലീവ് കിട്ടാൻ വേണ്ടി കാത്തു നിന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പം സ്കൂൾ അവധി എന്നൊക്കെ കാണുമ്പം ആ ഒരു പണ്ടത്തെ കാലത്തെ ഓർമ്മയാണ് എനിക്കും എൻ്റെ മനസ്സിൽ വരുന്നത്. അങ്ങനെ വേഗം തന്നെ പണിയെല്ലാം ഒരുക്കി കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരമായി. അച്ഛനൊരു ചായ വെച്ച് കൊടുത്തു. അപ്പം അങ്ങനെയെല്ലാം ഉള്ളത്. ഇപ്പം നോക്കുമ്പോൾ മഴയെല്ലാം കാണുമ്പോൾ ഭയങ്കര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ലീവ് കിട്ടാൻ കാത്തിക്കും. ഇപ്പം ആണെങ്കിൽ ലീവ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വേഗം വൈകുന്നേരം ചായയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വരാൻ നിന്ന്. ഇന്ന് ലേറ്റായിപ്പോയി അടിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ ലേറ്റായിട്ടില്ല എണീറ്റ്. വേഗം അടിച്ചെല്ലാം വാരി വേഗം അടിച്ചു വാരൽ പണിയെല്ലാം മേലെയും താഴെയൊക്കെ അടിച്ചു വരാനുണ്ട്. അപ്പോൾ അതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുന്നതാണ്. എൻ്റെ വീഡിയോസിൽ ഭയങ്കരമായിട്ടുള്ള അപാകത ഉണ്ടാകാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോന് സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓരോ പൊസിഷനിൽ വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ശേഷം ചായയൊക്കെ കുടിച്ചു. പിന്നെ രാത്രിയായി, ചോറെല്ലാം കഴിച്ച്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണേ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.